ഓക്കെ. എന്നിട്ട് അപ്പോൾ ഇവിടെ എത്തി. 2006 ഞാൻ ഉടുതുണി കിടതുണി ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചു. ഉടുതുണി കിടതുണി ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ അവന് വിദ്യാഭ്യാസമുണ്ട് കേട്ടോ, നല്ല വിദ്യാഭ്യാസമാണ്. ഒരു എനിക്ക് സംഭവം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഒരു പ്രധാന ഘടകം തന്നെയാണ് ലൈഫിൽ. അന്നേരം ഞാൻ വിദ്യാഭ്യാസമുള്ള ആളിനെയാണ് കല്യാണം കഴിച്ചത്. അന്നേരം ഞാൻ വിചാരിച്ചു ഒരധ്യാപകനൊക്കെയാണ്, അധ്യാപകർക്ക് കുട്ടികൾക്ക് മാതൃകയാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവൻ തിരിച്ചായിപ്പോയി. വന്നപ്പം അവിടുത്തെ നമ്മൾ അയ്യോ അവനില്ലാത്ത പ്രശ്നങ്ങളില്ല, പ്രശ്നം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. കാരണം എന്ന് പറഞ്ഞാൽ മദ്യം എന്ന് പറഞ്ഞാൽ ഒരിച്ചിരി കുടിയല്ല, ഭയങ്കര കുടികളാണ്. മദ്യം കുടിക്കുക, പിന്നെ അവൻ്റെ കുടി നമ്മളൊരു ഞാൻ പ്രത്യേകിച്ച് അന്നേരം പറഞ്ഞു കുടിക്കണമെന്നുണ്ടെങ്കിൽ അവനവിടെ അധ്യാപകനായിട്ട് ചെയ്തിരുന്നു. കത്രക്കടവില് എൻ്റെ സ്വന്തം വീട്ടിൽ. അല്ല വർക്ക് അവിടെ വിട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇല്ല, നമ്മളോട് അന്നേരം ഒരു എഗ്രിമെന്റ് ആവും പറഞ്ഞായിരുന്നു അവരുടെ വീട്ടുകാർ. ഉണ്ട്, ബ്യൂട്ടി പാർലറുണ്ട്. ഞാൻ എറണാകുളത്ത് തന്നെയാണല്ലോ ഓട്ടോമാറ്റിക്കലി. അവൻ കൊല്ലത്തൂന്നാണ് വരുന്നത്. അന്നേരം അതെ അതെ. എടാ അത് സംഭവം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. നമ്മളിപ്പം ഒരിടത്ത് ചെന്ന് കല്യാണം കഴിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഫ്രീഡം ഉണ്ടാകത്തില്ലല്ലോ. നമുക്കിവിടെ വീട് സ്വത്ത് കാര്യങ്ങളെല്ലാം ഉള്ളപ്പം നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതല്ലേ സ്വാതന്ത്ര്യം. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായോ? അന്നേരം ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കല്യാണത്തിന് ഒരു സംഭവം അവരൊരു കരാർ വെച്ചായിരുന്നു. കല്യാണം കഴിക്കുമ്പോൾ അവർക്കൊരു ബിസിനസ് ഇട്ട് കൊടുക്കണമെന്ന്. നമ്മൾ ആ ബിസിനസ് ഇട്ട് കൊടുത്തു. ആ ബിസിനസ്സാണ് തിരുവാങ്കുളത്തെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്. ഹോട്ടൽ റെസ്റ്റോറൻറ്റ്. അവന് ജോബില്ല. അന്നേരം നമ്മളൊരു ഇട്ട് കൊടുത്തു. എന്നിട്ടാ അതിട്ട് കൊടുത്തു. അതിനകത്ത് 25 ലക്ഷം രൂപയാണ് നമ്മൾ ഫസ്റ്റ് മുടക്കുന്നത് അതിലേക്ക്. 2006 കല്യാണം കഴിച്ച് 2 മാസം ആയപ്പോഴേ തുടങ്ങി. നമ്മൾ ഹോട്ടലെല്ലാം തുടങ്ങി കഴിഞ്ഞു. തുടങ്ങി അതെ. അത് കഴിഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കടയിലെ നല്ല ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 20,000 രൂപ വരെ ബിസിനസ് നടക്കുന്ന ആ കടയ്ക്കകത്ത്. അന്നേരം നമ്മൾ ഇതിനകത്തുനിന്ന് നമ്മൾ അങ്ങോട്ട് പൈസ കൊണ്ടുപോകുന്നതല്ല, തിരിച്ചിങ്ങോട്ടൊന്നും കൊണ്ടുവരുന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞ്